എന്നെ ഞാനാക്കിയ ഡേ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിലേക്ക് കണ്ണൻ വരാൻ കാരണക്കാരിയായിട്ടുള്ള ഒരാളുണ്ട് എൻ്റെ കുടുംബത്തിൽ. എൻ്റെ വയറ്റിൽ പറഞ്ഞ എൻ്റെ സ്വന്തം മോള്. അവളെ ഗർഭിണിയായി നിൽക്കുന്ന സമയത്താട്ടോ ചിത്രവര തുടങ്ങിയത്. അപ്പോൾ ഇന്ന് അവളുടെ 12ാമത്തെ പിറന്നാളാണ്. ആഘോഷങ്ങളിതേ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ആശക്തിക്കൊന്നും അറിയില്ല. എല്ലാ പ്രാവശ്യവും ഡ്രസ്സ് മേടിച്ചു കൊടുക്കാറുണ്ട്, സ്കൂളിലേക്ക് മിഠായി മേടിച്ചു കൊടുക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഉമ്മാൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഡ്രസ്സൊന്നും മേടിച്ച് തരാൻ പറ്റൂല, അതൊക്കെ ബലൂണ് വീട്ടിട്ട് മതി. ഒക്കെ ലാസ്റ്റിൽ ഫൈനൽ ഘട്ടത്തിൽ ഇനിയും സമയം ഇഷ്ടം പോലെ ഉണ്ട്. സഞ്ജുവോ അർജു അല്ലേ? അപ്പം എന്നിട്ട് ഞാൻ അടക്കത്തെന്ന് പറഞ്ഞോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, ഉമ്മാൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല മോളെ, മൂത്തൊരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്, ആ ഡ്രസ്സ് ഇട്ടിട്ട് മോള് പോയിക്കോളേണ്ടി, പിന്നെ ഉണ്ണിയേട്ടൻ്റെ പീടിയെന്ന് 1 രൂപൻ്റെ 40 മിഠായി മേടിച്ചോളേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് പോയി കിടത്തിയതാണ്, കഷ്ടപ്പെട്ട് കിടത്തിയതാണ് ഞങ്ങൾ അതിനുള്ള ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഒരു സർപ്രൈസ് ആയിരിക്കും. അവളെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ. അത്ര വലിപ്പം വേണോടാ? ഇല്ല. ഓക്കെ, അപ്പം എന്താണ് അതെന്താണല്ലോ ഞങ്ങൾ പറയുന്നത് എന്താന്ന് നോക്കിയതാ, ആ കുപ്പി വെച്ചെടുത്ത് വെള്ളം അതായതാടാ. അപ്പം അങ്ങനെയാണ് വീർപ്പിക്കുന്ന സാധനമുണ്ട്. ഞാനെന്തിനാ വെറുതെ എൻ്റെ ശ്വാസം കളയുന്നത്? ബാക്കിയൊക്കെ അങ്ങനെ ദേ നിറയെ ബലൂണുകൾ ഒരു തല റെഡിയാക്കുന്ന, ഒരു തല ബലൂണ് വീർപ്പിക്കുന്ന എണ്ണേട്ടൻ. ഇവനൊക്കെ എൻ്റെ തലയിലെ എൻ്റെ തലയങ്ങാൻ പൊട്ടിയാവും വിവരറിയും. പോട്ടെ ആന്ന് പഠിക്കുന്ന പോലെ എങ്ങയും ഇത്രയും ബലൂണ് ഞാൻ വീർപ്പിച്ച് ഗൈസ്. അതോ ഇറങ്ങിപ്പോണതാ ഓനിപ്പോഴും കടാ 4 അങ്ങോട്ട് ഇടടാ ഓനൊക്കെ ഉണ്ടാവും. ആവുന്ന പണിക്ക് എന്നാ പോരെ. എപ്പടി ഇരിക്കണ്ണാച്ചി? ഇതെടുത്ത് വെക്കണം എൻ്റെ ബർത്ത്ഡേക്ക് വെക്കാൻ, ഫോട്ടോഷൂട്ട് ചെയ്യാം നമുക്ക്. ഗൈസ് ഇതെനിക്കുള്ളതല്ല കേട്ടോ, എൻ്റെ മോൾക്കുള്ളതാണ്. ഏകദേശം ഇങ്ങനെ ഇത്രത്തോളം ബലൂൺ വീർപ്പിച്ച് ഞാനൊരു വയ്യായി. ബലൂണിൻ്റെ ടേസ്റ്റാ വായി മുഴുവനും. പിന്നെ ദേ ഷോപ്പിണ്ട്, ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്. എടാ വൈറ്റ് പൊട്ടിയില്ലല്ലോ ഇതുവരെ. അത് നോക്കിയാൽ മതി. വൈറ്റ് ഫുള്ള് വീർപ്പിച്ചത് ഞാനും, യെല്ലോ വീർപ്പിച്ചത് അരുണും. ബലൂൺ തികയൂല, തീർന്ന്. ഒരു പൊട്ടനാണ് സാധനങ്ങളൊക്കെ മോൾഭാഗം അല്ലാണ്ട് വേറെ വയ്യില്ല ഗൈസ്. ദാരിദ്ര്യം പറയുന്നത് കേട്ടോ ഗൈസ്. കൊച്ചിന്റെ അമ്മോനാ വന്നത്. അല്ല അമ്മോന് നല്ല അല്ലേ ഒരു അമ്മന്റെ ആങ്ങൾക്ക് അമ്മോനാ വന്നത്. അപ്പൊ എന്നിട്ട് ദരിദ്രവാസി 2 പാക്കറ്റ് ബലൂണുമായിട്ടാ വന്ന്. എനിക്കിട്ട വെച്ചൊന്നുമില്ല. എനിക്കും അരുണേട്ടൻ എന്റെ കാമുകന്റെ ലിസ്റ്റിലല്ലേടാ വന്നത്. ഓന്റെ മുഖം പോലും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, കാരണം നാളെ ഓനെയും വെച്ച് അവഹിതം പറയൂ. അതുകൊണ്ടാ ആങ്ങളെയും മകളൊന്നും ഉണ്ടാവൂല. ഇടഞ്ഞു കണ്ടില്ല, ഇടഞ്ഞെ കുറിച്ചും സഞ്ജുവിനെ കുറിച്ചും പറഞ്ഞത്. അത് സത്യ അങ്ങ് നൂർത്തിയാ മതി അരുണേ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ബാക്കിയുള്ള പരിപാടി നോക്കട്ടെ. സമയം ഇനിയും ഒരുപാടുണ്ട്. അരുണിൻ്റെ ഒരു കമ്പനിക്കാരനോട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ അച്ഛനും അമ്മയും ചിലപ്പം വരും. എൻ്റെ വീട്ടിൽ നിന്നാരും വരൂല കേട്ടോ. ഓൽക്ക് അവിടെ നിന്ന് ഇവിടെ വരും. അതല്ലട അമ്മനെയും വാപ്പനെയാ പറഞ്ഞത്. അല്ല എൻ്റെ ആങ്ങളെ കേട്ടോ വന്നത്. ഓന് മുഖം കാണിക്കാനും സിനുവിൻ്റെ മാതിരി മുഖം കാണിക്കാൻ പേടിയാ. പാവം ഏർന്ന് ഇറങ്ങണ്ട. പിന്നെ കുടുംബം അറിഞ്ഞാലും പ്രശ്നമാണല്ലോ. അതും സത്യാവസ്ഥയാണല്ലോ. അല്ല ഇനി വന്നെന്നുള്ളത് നമ്മളെ കുടുംബത്തിൽ അറിഞ്ഞാലും പ്രശ്നമാണല്ലോ. അതുകൊണ്ടാണ്. പിന്നെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലാക്കുന്ന കുറച്ച് കുടുംബക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇവിടെയാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഉള്ളിൽ ബ്രദറുണ്ട്. ഇങ്ങോട്ട് വരണ്ടേ? അടന്നു. ഞാൻ പറഞ്ഞില്ലേ കമ്പനിക്കാരന് വരുന്നുണ്ട്. അവൻ ഇതുവരെ എത്തിക്കില്ല. അവന് പോന്നു പോന്നു എന്ന് പറയും. ഏകദേശം ഇങ്ങനെയായിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ അകത്ത് 12 ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. 12 വയസ്സിൻ്റെ 12 ഉള്ളിലല്ലേ ആ സ്വിച്ച് ഒന്നല്ലേ ലൈറ്റ് ഓഫ് ആക്കിയാലും കത്തൂലേ? കറണ്ട് അടിത്തില്ലല്ലോ. ഈ ഫ്ലഗ് വർക്ക് ചെയ്യുവാനാദ്യം അതറിയോ? എടാ ഇതിന്റെ മുകളിൽ ഇവിടെ എത്തിനിപ്പോ പോയി പണി പാളിയോ ഗൈസ്? ആ പാളിയില്ല. യെസ് അങ്ങനത്തെ ഞങ്ങളുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതാണ് സംഭവം. എപ്പിടി ഇരിക്കണാച്ചി? മെല്ലെ പറയുന്ന ആശാത്തി ഉറങ്ങുന്നത് കൊണ്ടാട്ടോ. ഇല്ലടാ അന്നെ ഞാൻ കൊടുക്കുവോ? എനിക്ക് വരണിപ്പാട്ട് കേട്ടോ ഗൈസ്, വരണിപ്പാട്ട് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആരും എൻ്റെ കൂടെ. ഇതാണ് കണ്ണൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഇന്നേക്ക് 13 വർഷമാവുക കേട്ടോ. ഇന്നേക്ക് 13 വർഷമാവുക എന്ന് പറയാൻ കാരണം 13 ശരിക്ക് ആയിട്ടില്ല. 13 ആവണേ 2 മാസവും കൂടി കഴിയും. അപ്പം 12 വർഷം എന്തായാലും പൂർത്തിയായി. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് നവംബർ 28 എൻ്റെ മകളുടെ ജന്മദിനം. എൻ്റെ മകളെ ഗർഭം ധരിച്ച സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കണ്ണൻ്റെ ഫോട്ടോ വരയ്ക്കുന്നത്. അന്ന് തൊട്ടിട്ട് എൻ്റെ മകളുടെ കൂടെ അല്ലേ മകളോടൊപ്പം അല്ലെ എൻ്റെ മകനോടൊപ്പം എനിക്ക് 3ാമതൊരു കുഞ്ഞായിട്ട് കണ്ണനും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് അവളുടെ 12ാമത്തെ പിറന്നാൾ ഞങ്ങളിവിടെ ആഘോഷിക്കുകയാണ്. അത് അവൾ പോലും അറിയില്ല, അവളോടൊന്നും പറഞ്ഞിട്ടില്ല. കേക്ക് സഹിതം മേടിച്ച് ഞാൻ 12 മണിയാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം നിങ്ങളോടുകൂടി ആ ഒരു സന്തോഷം പങ്കുവെക്കണം എന്ന് തോന്നി. കാരണം എൻ്റെ ലൈഫിലേക്കുള്ള ഇരട്ടി മധുരം എന്ന് പറയല്ലേ, ഒന്ന് കുഞ്ഞ് ജനിച്ചൊരു സന്തോഷം, അതേപോലെ തന്നെ കണ്ണൻ എന്നൊരു കുഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതും, രണ്ടും എൻ്റെ കുഞ്ഞുങ്ങളായിട്ടാണ് ഞാൻ സ്വീകരിച്ചത്. ഇന്നേ വരെ കണ്ണനെ ഞാനൊരു കുഞ്ഞിൻ്റെ സ്ഥാനത്തല്ലാതെ കണ്ടിട്ടില്ല. കാരണം അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ വരയ്ക്കുന്നത് കുഞ്ഞി കണ്ണനെയാണ്. അപ്പോൾ ഈ ആഘോഷത്തിൽ കണ്ണനും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അവളെ ആശംസിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇതിന് നെഗറ്റീവ് മാത്രമേ നിങ്ങളുടെ ഇടുള്ളൂ. എന്നാൽ പോലും എൻ്റെ ഒരു സന്തോഷം നിങ്ങളടുത്ത് പങ്കുവെച്ചു.
മോളെ ലെനിയെ, ലെനി ഒന്ന് എണീറ്റ്, എന്നെ മാമ വിളിക്കുന്നു, എന്നെ മാമ വിളിക്കുന്നു. ഒന്ന് എണീറ്റ്, ഒന്ന് എണീറ്റ്, കണ്ണുക്കുന്ന് കാലി കൊണ്ടുവെക്ക്, കണ്ണു ചുമ്മ്. ഇടുക. അമ്പാ ഇത് Ready, 1, 2. Happy birthday to you. Happy birthday, Lenny. Happy birthday to you. അതെ, ലോകത്തിലെ ഇതേപോലെ ഭാഗ്യം കെട്ടൊരമ്മ വേറെ ആരും ഉണ്ടാവില്ല. അതെന്താണെന്നറിയോ? ഡ്രസ് മാറ്റിക്കണം. എന്താന്ന് വെച്ചാല് മകളെ ഫേസ് കാണിക്കാൻ നിർവാഹമില്ലാത്തൊരമ്മയായി പോയി ഞാൻ. ബർത്ത്ഡേ ആണ്, കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ഫേസ് നിങ്ങളാരും എനിക്ക് കാണിക്കാൻ ഒഴിവില്ലാത്തത് കൊണ്ടാണ്. എങ്ങനെയുണ്ട്? സർപ്രൈസ് ആയോ? അപ്പൊ ഡ്രസ് മാറാ, എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാ. ഞാൻ മൂത്ത വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ് ഇട്ടെ. അപ്പൊ ഓള് ഒന്ന് ഡ്രസ് മാറി വരട്ടെ, എന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കളിയാക്കുക കേട്ടോ. ഓനോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിക്ക് ഇത് വീഡിയോ എടുത്താൽ പോരാ, ഓണാക്കുകയും കൂടി ചെയ്യണം. അപ്പം പറഞ്ഞു ഓനും കുറച്ചൊക്കെ അറിയാന്ന്. അപ്പൊ കേക്ക് കട്ട് ചെയ്യുന്നതിന്റെ മുമ്പായിട്ട് ഇവക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ. ഇവളോട് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഉമ്മാന്റെ കയ്യില് പപ്പയുടെ കയ്യിലും പൈസ ഇല്ല, അതുകൊണ്ട് ഇപ്രാവശ്യത്തെ പിറന്നാള് കഴിക്കുന്നേ ഇല്ല. സ്കൂളിലേക്ക് 1 രൂപന്റെ മുട്ടായി നീ കുട്ടികൾക്ക് കൊടുക്ക്. സ്കൂളിലേക്ക് മേടിച്ച മുട്ടായിയാണിത്. നിങ്ങൾ ഇതാണോ അപ്പൊ കൊടുത്തത്? 5 രൂപന്റെ ഡയറി മിൽക്ക് കുഴപ്പമില്ലല്ലോ. അപ്പൊ മുട്ടായി സഹിതം മേടിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇവളറിയില്ല. ഇനി ഇവക്കുള്ള ഗിഫ്റ്റ് ആണ്. കൊണ്ടുവന്നോളൂ, രണ്ടാളും കൊണ്ടുവന്നോളൂ. ഇവിടെ അതിന്റെ മുകളിലേക്ക് വെച്ചു. ഈ ഗിഫ്റ്റ് നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം. ഈ ഗിഫ്റ്റ് ഒരു കാര്യമേ ഞാൻ ആദ്യം പറയട്ടെ. എനിക്ക് ഒരുപാട് എന്താ പറയാ, സഹോദരങ്ങളായും സഹോദരിമാരായും അമ്മമാരായും അച്ഛന്മാരായും അങ്ങനെ കുറെ കൂടപ്പിറപ്പുമാരാ കണ്ണൻ ത്രൂ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ണൻ ത്രൂ ഒരു കാലത്ത് എനിക്ക് എല്ലാരെയും നഷ്ടപ്പെട്ടു പോയതാ. പക്ഷെ അതേ കണ്ണൻ കാരണം തന്നെ ഒരുപാട് കുടുംബത്തെ എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ആ കുടുംബം എല്ലാരും കൂടി ഒത്തുകൂടിയിട്ട് ഇവക്ക് ഈ ഗിഫ്റ്റ് കൊടുത്തത്. ഇവളുടെ 12ാമത്തെ വയസ്സാണിത്. ഇതില് 12 ഗിഫ്റ്റ് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ തന്ന എല്ലാവരോടും മാമൻ എന്ത് തന്നു നോക്കി? എന്താന്ന്? മാമന്റെ വകയാട്ടോ ഈ കാണുന്നതൊക്കെ. പിന്നെ വേറൊരു മാമന്റെ വകയാണ് ഇത് മുഴുവനായിട്ട്. ആ മാമനും എയറിൽ കയറാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് സ്ക്രീനിൽ വരൂല എന്ന് പറഞ്ഞ മാമനാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ ഗിഫ്റ്റ് തന്ന എല്ലാവരോടും എൻ്റെ കൂടെ എൻ്റെ മകളെ നിങ്ങളുടെ മകളായിട്ട് അല്ലെ നിങ്ങളുടെ കൊച്ചുമകളായിട്ട് നിങ്ങളുടെ അനിയത്തിയായിട്ട് ഒക്കെ കണ്ട എല്ലാവരോടും ഒരുപാട് നന്ദി പറയാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ്. അവളെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് അവൾക്ക് കൊടുക്കുന്നത്. അത് ഒരുപാട് താങ്ക്സ്. എല്ലാവരോടും താങ്ക്സ് പറ. ഓക്കെ താങ്ക്സ്. ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല കേട്ടോ, അതുകൊണ്ട് അത്രയൊക്കെ പ്രതീക്ഷിക്കാവുള്ളൂ. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ബോക്സ് ഇതാക്കാം. പിന്നെ ഒരു കാര്യവും കൂടി പറയാണ് പൊന്നാര മക്കളെ. ഇതിന്റെ കൂടെ ഞാനൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇതിനെ വെച്ച് എത്ര മോശമായിട്ടുള്ള കമന്റാ ഇടുന്നറിയോ? ഇത് രണ്ടും എന്റേതാ, മുഖം കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇത് എന്റേതാണ് മക്കളെ, അല്ലേ? എന്റെ ആണോ? ആണോ? DNA ടെസ്റ്റ് ചെയ്യേണ്ടി വരുമോ നമ്മളിപ്പോ? അങ്ങനെ തന്നെ എടുത്തോട്ടോ. അപ്പൊ അതേ അമ്മച്ചിക്കുള്ള തൊപ്പി ഇതൊക്കെ ഇവര് ഡെക്കറേറ്റ് ചെയ്യാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നറിയോ? നിന്റെ അവിടെ തന്നെ കത്തി കൂടുതൽ എടുക്കാൻ പോലെ മോനെ എൻചാവിടുവാ കട്ടിയിരിക്കല്ലേ അവക്കെ ഞാൻ നോക്കി, ഞാൻ ഇല്ല ബാക്കേ അപ്പൊ നിങ്ങള് രണ്ടാളോട് കട്ട് കണ്ണട വെക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് കണ്ണട. അപ്പൊ പിന്നെ വേറൊരു കാര്യം, ഇവക്ക് വേണ്ടിട്ട് അല്ല അവനോട് എടുത്തോളാം അവന്. അപ്പൊ ഇവക്ക് വേണ്ടിട്ട് മെഴുകുതിരി ഞാനാ ഊതുന്നേ, കാരണം മാസ്ക് ഇട്ടൂറാനാവൂലേ. ആരൊന്നും ചിന്തിക്കരുത്. ഇങ്ങോട്ട് കഷ്ടപ്പാട് വേറൊരു മക്കൾക്കും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല. ഓ ഇവിടെ വേറെ പ്രൊഫഷണൽ ക്യാമറമാൻ. അപ്പൊ എല്ലാരും സമ്മതല്ലേ? ഞാൻ ഉദിക്കോട്ടെ? പഠിക്കട്ടോ? പഠിക്കുള്ളൂ, ഞാൻ പഠിക്കും. അവന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ മൈ. നിന്റെ അവിടെ തന്നെ കത്തി കൂടുതൽ എടുക്കാൻ പോലെ മോനെ എൻചാവിടുവാ കട്ടിയിരിക്കല്ലേ അവക്കെ ഞാൻ നോക്കി, ഞാൻ ഇല്ല ബാക്കേ അപ്പൊ നിങ്ങള് രണ്ടാളോട് കട്ട് കണ്ണട വെക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് കണ്ണട. അപ്പൊ പിന്നെ വേറൊരു കാര്യം, ഇവക്ക് വേണ്ടിട്ട് അല്ല അവനോട് എടുത്തോളാം അവന്. അപ്പൊ ഇവക്ക് വേണ്ടിട്ട് മെഴുകുതിരി ഞാനാ ഊതുന്നേ, കാരണം മാസ്ക് ഇട്ടൂറാനാവൂലേ. ആരൊന്നും ചിന്തിക്കരുത്. ഇങ്ങോട്ട് കഷ്ടപ്പാട് വേറൊരു മക്കൾക്കും ഉണ്ടാവില്ല, ആർക്കും ഉണ്ടാവില്ല. ഓ ഇവിടെ വേറെ പ്രൊഫഷണൽ ക്യാമറമാൻ. അപ്പൊ എല്ലാരും സമ്മതല്ലേ? ഞാൻ ഉദിക്കോട്ടെ? പഠിക്കട്ടോ? പഠിക്കുള്ളൂ, ഞാൻ പഠിക്കും. അവന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ മൈ. സണ്ണോ സണ്ണല്ലേ ചിരിച്ചത്? സണ്ണ് കുട്ടിയല്ലേ? മകനല്ലേ? സോറി, എനിക്ക് ജെവസല്ലേ അത്. ഞാൻ പറയട്ടെ. കേക്ക് താഴത്തേക്ക് ഒന്ന് റെഡി കേട്ടോ. റെഡി കേട്ടോ. ഇത് തീരില്ല. വരൂലേ? ഞങ്ങനെ പഠിച്ചാൽ വരുമൊന്നുമില്ല. അത് വേണ്ട, ഇതിന് മൊത്തം കിട്ടും. അതിലല്ല മോളാടെ വെക്ക് ഒന്നുകൂടെ കിട്ടാൻ പറയുമ്പോ റെഡി എടുത്തോ. എടുത്തോ
ജസ്റ്റ് എന്താ മോക്കാ എങ്ങനെ കൊടുക്കുന്നത്? ഞാൻ അങ്ങനെ കൊടുക്കടാ. മോക്കും മോനും ഒക്കെ വേണ്ടിട്ട് ഞാൻ അത് കഴിക്കാം. പണ്ട് ഇതേപോലൊരു കേക്ക് കട്ട് ചെയ്ത് ഞാൻ എന്റെ പിറന്നാൾ ആഘോഷിച്ചതായിരുന്നു. എല്ലാവർക്കും വിഷയായത്. ഇന്നതേ വീണ്ടും ഒരു പിറന്നാള് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ആഘോഷിക്കാം. അതെ, സാമി പൊട്ടിക്കാൻ നോക്കിട്ട് പൊട്ടാനിട്ട് മോളിൽ പോയി ഇതാക്കി ഒക്കെ കേക്കിന്റെ മോളല്ലേ ഇത് തിരിയാണോ? ഒക്കെ പൊട്ടിച്ച് നോക്കിട്ട് വാങ്ങണ്ടേ? അങ്ങനെ ഒരുപാട് ആൾക്കാർ തന്ന ഗിഫ്റ്റുകൾ എന്തൊക്കെയാന്നുള്ളത് കാണണ്ടേ? പൊട്ടിച്ചോ. ഇത് പൊട്ടിക്കാൻ ഉളപ്പുണ്ടാവൂല, അതുകൊണ്ട് ഞാൻ തന്നെ പൊട്ടിക്കാം. ഇനി ബാക്കിയൊക്കെ ഓരോന്നായിട്ട് എടുത്ത് നോക്കിക്കോ. ഞാൻ ആരുടെയും പേര് വെച്ചിട്ടില്ല കേട്ടോ. ആരാന്ന് പറഞ്ഞാലും നിങ്ങൾക്കും അവക്കും അറിയില്ല. ഞാൻ മാത്രമായിട്ടുള്ള സംഭവം. എങ്ങനെയുണ്ട്? അനൊക്കെ ഓരോന്നിനും താങ്ക്സ് പറ. അത് തന്നവരെ കാണുന്നുണ്ടാവും. ആ, നമ്മള് താങ്ക്സ് പറയണം. ഉമ്മ എന്തായാലും പറയും. ഉമ്മയ്ക്ക് എടുക്കാറ് പോടാന്നേ. ആ, ഇനി അടുത്തെടുത്തോ. കുറച്ചുകൂടി അടുത്തേക്ക് വന്ന് മോനെ കാണിച്ചോട്. ആ, ഇതെന്താന്ന് പറയാം. ഇത് ഇപ്പോഴത്തെ വൈറൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഒന്നുള്ളത്. അടുത്തത് ഇല്ല, ഉമ്മക്കുണ്ട്. വളകളാണ്. ഇനിയുണ്ട്. ഇനിയും വളകൾ തന്നെയാണ്. ഇത് ഒക്കെ സ്പെഷ്യൽ ആയിട്ട് ഒരാള് കൊടുത്തതാണ്. തുറന്ന് കാണിച്ചു കൊടുക്ക്. ഓ, എല്ലാതും ഞാൻ തന്നെ കൂടണമെന്നോ സഞ്ജു? എങ്ങനെയാ തുറക്കുക? സൈഡോ? ഇതാണ് വാച്ച് വരുന്നത്. ഇതാണ്. ഇനി അടുത്തെടുത്തോ. അവക്ക് കൺമഷി ഭയങ്കര കാര്യമുള്ള ഒരാളാണ്. അയിലത്തെ കഴിഞ്ഞ്. ഇനി അടുത്തത് ഈ ബർത്ത്ഡേ ആയിട്ട് പാർട്ടി വെയർ ഇട്ടിട്ടില്ലേ എന്ന് എല്ലാരും ചോദിക്കും. കിടക്കുന്ന പാർട്ടി വെയർ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇത് നാളെ അവക്ക് സ്കൂളിൽ പോകുമ്പോ ഇടാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് എടുത്തിട്ടുള്ള ഉമ്മച്ചിക്കൂടാന്ന് എന്റെ മോക്കിക്കറിയടാ. ഒന്നും ഇങ്ങോട്ട് വല്ലേ. ഇത് ഇവരൊക്കെ പറയുന്ന ഇതെന്താ കുഴപ്പോ? എന്താ കുഴപ്പോ? അടിച്ചു വാരല്ലോ. അമ്പടാ എന്നോട് വാശി ഓടിക്കുന്നോ? നിന്റെ മോളെ കാര്യത്തില് അതും എന്റെ സ്വന്തം മോള്. ഇനി അടുത്ത ഗിഫ്റ്റ് അടുത്ത ശരിപ്പേ പറ്റുമോന്ന് അറിയില്ല. പറ്റിയില്ലേ ചോപ്പുകാരാ മാറ്റി തരണേ. ഇനി അടുത്തെടുത്തോ. 12 കൂടുതലുണ്ട് കേട്ടോ ഗിഫ്റ്റ്. ഇരിക്കോ. ഓന്റെ പാർട്ടി ഒരു ടോപ്പാണ്. ഇതിനെന്ത് പേരിന്റെ മോളെ പറയാ? പാട്ടിയാലയും പലാസയെന്നല്ല, വേറെ എന്തോ ഒരു പേര് പറയുന്നിട്ടേക്ക്. എന്റെ സിസ്റ്ററിന്റെ മോള് സെലക്ട് ചെയ്തതാണ്. ഇതും ഈ പറഞ്ഞതുപോലെ ഒരാള് സമ്മാനിച്ചതാട്ടോ. സെലക്ട് ചെയ്തത് എന്റെ സിസ്റ്ററിന്റെ മോളാണെന്നേ ഉള്ളൂ. ഓൾ ഈ പാന്റിന് എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താ പേര്. എടുത്തെടുത്തോ. ബാഗിയോ എന്തോന്ന്? സ്ട്രൈറ്റ് ഫിറ്റോ എന്തോ പാന്റ് ആണ്. ഞമ്മക്ക് അത്രേ ഉള്ളൂ.
ഇവരൊരു പ്രാവശ്യം വന്നിട്ട് പാരച്ചൂട്ട് വാങ്ങാൻ പാരച്ചൂട്ട് വാങ്ങുന്നു പറഞ്ഞിട്ട് ആണെന്ന് വെച്ചെടുത്തോണ്ട് ഇന്നലെ മനസ്സിലായി പാൻറ്റാന്ന്. ഇനി അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് പെർഫ്യൂം അതിലൊന്നും കിലാണ്. ഇത് വുമണാ ഇതെന്താന്നുള്ളത് അറിയാൻ അല്ല ഇതെന്താന്ന് അറിയാൻ എനിക്ക് അന്ന് ആകാംക്ഷ ഉണ്ടായിരുന്നു. കാരണം സ്മെല്ലൊന്നും ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. എന്റെ പൊന്നു ആ ഞാൻ വുമണ് നോക്കി വാങ്ങിയതാ. നിങ്ങൾ ഏത് വാങ്ങിയ ഇല്ലല്ല ആടക്കാടക്ക് ഇത് കഴിയാനാ. ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങാം. എടാ ഇതൊന്ന് കഴിഞ്ഞിട്ട് പോടാ. ഓന് സമയം ഉണ്ടാവും. ഇത് എന്തുവാണ് ഇത് വീഡിയോ എടുക്കാം. അല്ലെ തന്നെ ഇവിടെ കുടിയനും വലിയനും പറയാം. അപ്പം ഇതാണ് ഒരാള് കൊടുത്ത ഗിഫ്റ്റ്. ഇതൊക്കെ ഞാൻ തന്നെ പറയുന്നത്. എനിക്ക് വേറെ ഒഴിവില്ല. അല്ലെങ്കിൽ അടുത്തെടുത്തോ. അത് കറക്റ്റ് കോമഡി. ഇനി വാ തുറക്കുന്നല്ലേ. കറക്റ്റ് കോമഡി. വീണ്ടും ചെരുപ്പ് പറ്റുമോന്നറിയില്ല. പറ്റിയില്ലേ ഷോപ്പുകാരാ മാറ്റിത്തരണേ. ഞാൻ കൊറേ ആയി വാങ്ങി വെച്ചിട്ട്. ഞാനും മോനും ഇതിന് ഇവിടെ അറിയാതെ എത്ര ദിവസം നടന്നിക്കെന്നറിയോ. സർപ്രൈസ് കഴിഞ്ഞു. അടുത്തോ തീരാനായി. ഒന്നുകൂടിയുള്ളൂ. പിടിച്ചോ. ബാഗ്. അടുത്ത ബാഗ്. ഇവർക്ക് ഇങ്ങനത്തെ ബാഗൊക്കെ കൊണ്ടുവന്നെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബാഗ് വാങ്ങി. ലാസ്റ്റ് ഗിഫ്റ്റ് കേട്ടോ. അതൊക്കെ ബില്ലൊന്നും ഇനി നോക്കണ്ട. പൈസ ഒന്നും ഇനി നോക്കണ്ട. ഞങ്ങൾക്ക് ക്യാഷ് ഒരു വിഷയമല്ലേ. എവിടെയെങ്കിലും പൊട്ടിച്ചോ. എവിടെയെങ്കിലും പൊട്ടിക്കാൻ കിട്ടും. ഇത് നല്ല ബ്രാൻഡല്ലേ. എനിക്കല്ലല്ലോ ഓള സാധനാണ്. പോടാ എനിക്ക് തന്നെ താങ്ങല്ലേടാ. രണ്ട് സൈഡിലും ഇതുണ്ട്. അയ്യോ ആണ്ടില്ലേ. അങ്ങനെ ലാസ്റ്റ് ഗിഫ്റ്റ് എടുക്ക. ഇതൊരു ടോപ്പാണ്. കൂടെ ഒരു ഗൗണ് പോലെ ഹാഫ് വരുന്നത്. ഇതൊക്കെ ഇവക്ക് പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഒക്കെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് മേടിച്ചതാണ്. എടേ വീഡിയോ എടുക്കണേ. നേരത്തെ വീഡിയോയില് കേക്കോ പൊട്ട. എന്തൊരു പൊട്ടനാണ് നീ. എന്റെ ബ്രദറാന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കും മോനെ. കുറച്ചുകൂടി അടുത്തേക്ക് വാ. അപ്പൊ എന്താ ഈ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ട് പറയാനുള്ളത്? ഉറക്കെ പറ. സന്തോഷം. തന്നോരോട് എന്താ പറയാനുള്ളത്? ആ ഒരൊറ്റ വാക്കുമേൽ നിന്നോ?
ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് എന്ന് പറ. കാരണം നമ്മൾ ഇന്ന് വരെ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ ആഘോഷിക്കുന്നേ. അപ്പൊ അവരോടൊക്കെ നമുക്ക് മനസ്സറിഞ്ഞ് താങ്ക്സ് പറയണ്ടേ. എത്ര ആൾക്കാർ അവരുടെ കൂടപ്പിറപ്പിനെ പോലല്ലേ, അവരുടെ മകളെ പോലെ, അവരുടെ അനിയത്തിനെ പോലെ എന്നെ കണ്ടു. അപ്പൊ നിനക്ക് സന്തോഷായില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ നമുക്ക് ആരും ഇല്ല എന്നുള്ള ഒരു ചിന്താഗതി വേണ്ടാന്ന്. ഇത്രയും സമ്മാനങ്ങൾ ഇത്രയും ആൾക്കാർ തരുമ്പോ നമുക്ക് എത്ര ആൾക്കാരുണ്ട്. മാണ്ട നിശാന്ത് മാമൻ എങ്ങി നോക്ക്, മാമൻ വന്ന് എത്ര നേരം ഇത് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആരെങ്കിലും ഇല്ലാത്തതായിട്ടുണ്ടോ? അപ്പൊ ഒരുപാട് ആൾക്കാരില്ലേ. ഈ ഗിഫ്റ്റ് തന്ന ആൾക്കാരെ ഒന്നും സത്യം പറയച്ച ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ടല്ലേ മോള് കാണുന്നത്. എന്നിട്ട് പോലും ഞങ്ങളുടെ ഒരാൾക്കാരായിട്ട് അല്ലേ അവരുടെ കുടുംബത്തിലുള്ള ഒരു അംഗത്തെ പോലെ കണ്ടിട്ട് ഇങ്ങനെ എന്താ പറയുക ചേർത്ത് നിർത്തിയതിന് എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ആള് കുറച്ച് ഷെയ്മെന്താ നാണക്കാരിക്ക് പറയാ, ആ ഷെയ്മയുടെ അല്ല ഇൻട്രോവേർട്ട് സംസാരിക്കല് കുറച്ച് എന്നുവെച്ചാൽ സംസാരിച്ച് ശീലം വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ആരെങ്കിലും വേണം. ഇത് ആങ്ങളെയും പെങ്ങളും തമ്മിൽ അടി കൂടുക എന്നല്ലാതെ, പിന്നെ സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാരികളോട് സംസാരിക്കുക എന്നല്ലാതെ പുറത്തൊരാളോട് സംസാരിക്കാനില്ല. കുടുംബത്തിൽ യവന ഞാൻ എൻ്റെ കർത്താവേ കുടുംബത്തിൽ ഒരാളെടുത്ത് പോവാനില്ല. അതൊക്കെയാട്ടോ ഇവളിങ്ങനെ. അതുകൊണ്ട് ഇവക്ക് വേണ്ടിയിട്ട് എല്ലാവരോടും താങ്ക്സ് പറയാണ്. വൈറൽ ലിപ്സ്റ്റിക് വരെ കിട്ടിയില്ലേ. ഇതിൻ്റെ ഒരു ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അടിപൊളി ഷെയ്ഡാണ്. ലേഡീസാണ് എൻ്റെ വീഡിയോസ് കൂടുതലായിട്ട് കാണൽ, അതുകൊണ്ട് പറയാണ് സൂപ്പറാ മക്കളെ, മേടിച്ചോളി. കൂടുതൽ ഇത്തറ പറ്റിക്കുന്നത് നല്ല കളർ ഷെയ്ഡാണ്. ഒരു കളർ ഷെയ്ഡ് ഓക്കും എടുത്ത്, ഒരു കളർ ഷെയ്ഡ് ഞാനും എടുത്ത്. ആൾക്ക് ലിപ്സ്റ്റിക്കും കൺമിഷും ഒക്കെ വേണേ. പിന്നെ കുറച്ച് ഇത് മാത്രമല്ല കുറച്ചും കൂടി സാധനങ്ങളുണ്ട്. ഞാൻ 12 ഗിഫ്റ്റ് സെറ്റ് ആക്കണമെന്നുള്ളത് കൊണ്ട് കുറച്ച് സാധനങ്ങൾ ഇരുന്ന് മാറ്റി വെച്ചാട്ടോ. ഈ ഫാൻസി ഐറ്റംസ് ഒക്കെ അല്ലാതെ വേറെ 1-2 സാധനങ്ങളോട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ടാര് കൂടെ ലെനിഷ്ക, ക്യാമറമാൻ ലെൻഷാനു, അതിന് പിന്നണിയിൽ നിശാന്ത്, പിന്നെ ഒരു സാമി ഉണ്ടായിരിക്കും. സാമിന്റെ ഫ്രണ്ടും പുറത്ത് പോയിട്ടുണ്ട്. സാമി വീഡിയോയിൽ കൂടിയിരിക്കുവാണ് നോർമൽ. ഇനി എടാ അരുണിനൊരു വീഡിയോയിൽ കണ്ടിട്ടില്ലെങ്കിൽ അരുൺ ഇഞ്ഞിട്ടേച്ച് പോയി നായി അടുത്ത ഡയലോഗ്. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഓക്കെ ടാറ്റാ.